ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ സുനന്ദ വീട് വിട്ടിറങ്ങുകയാണല്ലോ. ആ സമയത്താണ് ലളിത എന്തോ സാധനം എടുക്കാനായിട്ട് വീട്ടിലേക്ക് തിരികെ വരുന്നത്. അപ്പം ലളിത കണ്ടു സുനന്ദേനെ. അതോടുകൂടി പ്രശ്നമായി. സുനന്ദയ്ക്ക് വീട് വിട്ട് പോകാനും സാധിച്ചില്ല. അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് അടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. സായി കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഞാൻ സുഭാഷ് ചേട്ടനെ കെട്ടാൻ പോവാണ്. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. നിങ്ങൾക്കറിയാം എനിക്ക് കല്യാണം തീരെ ഇഷ്ടമല്ല. എന്നിട്ട് നിങ്ങൾ എന്നെ തലയിൽ കെട്ടിവെക്കാൻ നോക്കല്ലേ. അപ്പോൾ ലളിത പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത്? നീ സുഭാഷിനെ കെട്ടാൻ പോവാണെന്നോ? അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നീ സുഭാഷിനെ കെട്ടുമായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കെട്ടുമായിരുന്നു. അത് കേട്ടപ്പോൾ ലളിത പറയാണ്, നിനക്ക് ഞങ്ങളൊന്നും പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? നല്ലൊരു ചെക്കനെ, നല്ല കുടുംബമഹിമുള്ള ജോലിയുള്ള ചെക്കനെ കാണിച്ചപ്പോൾ നിനക്ക് ആ ദരിദ്രവാസിൻ്റെ കൂടെ പോകണം അല്ലേ? എന്താ നിനക്ക് പറ്റിയത്? എനിക്കും ഏട്ടനൊന്നും ഇഷ്ടമല്ല, നിനക്ക് അറിയുന്ന കാര്യമില്ലേ? പിന്നെ നീ എന്തിനാടി ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? സുനന്ദ അപ്പം നല്ലോണം തിരിച്ച് പറയുന്നുണ്ട്, അമ്മ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ ഇഷ്ടത്തിന് ആടിത്തരുന്ന പാവയാണ് ഞാനെന്നോ? ഞാൻ ഒരുപാട് എൻ്റെ മനസ്സിനെ മാറ്റാൻ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. സുഭാഷേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അമ്മ എന്നെ തടഞ്ഞു വെച്ചതുകൊണ്ട് ഞാൻ കെട്ടാതിരിക്കുന്നൊന്നും അമ്മ വിചാരിക്കാൻ നിൽക്കണ്ട. എനിക്ക് സുഭാഷേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവളുടെ ഈ സംസാരം കേട്ടപ്പോൾ ലളിതയ്ക്ക് ദേഷ്യം നന്നായിട്ട് കൂടാണ് കേട്ടോ. എന്നിട്ട് അവളെ പിടിച്ചു വെക്കാണ്. നീ ഒന്ന് പോകുന്ന ഞാൻ കാണട്ടെ, നിന്നെ ഞാൻ വിടില്ല, നീ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇപ്പോൾ വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആളെ വിളിച്ച് കൂട്ടും, അല്ലെങ്കിൽ ഞാൻ പല വഴിയും സ്വീകരിക്കും. പണ്ട് നിങ്ങൾ സുഭാഷ് ചേട്ടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു തെറ്റും ചെയ്യാതെ? അതുപോലെ എനിക്കും കൊടുക്കാൻ അറിയാം. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിക്കുകയാണെന്ന്, അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്തുക. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, ഓ നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ, ഭീഷണിപ്പെടുത്താൻ തന്നെ കൂട്ടിക്കോ, ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് കല്യാണം ഇഷ്ടമല്ല. എന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ അതിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സ് മുഴുവൻ സുഭാഷ് ചേട്ടനാണ്. സുഭാഷ് ചേട്ടനെ മറന്ന് എനിക്കൊരു ജീവിതം വേണ്ട. ഇതെല്ലാം കേട്ടതോട് കൂടി ലളിതേൻ്റെ ഹുങ്ക് തീരുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ നിനക്ക് വേണ്ടി കണ്ടെത്തിയത് മോശമാണെന്നാണോ നീ പറയുന്നത്? നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്? ആ അച്ഛനെ നിനക്ക് അറിയില്ലേ, എത്ര കാലമായി നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു? അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, ഒന്ന് നിർത്താമേ, കുറേ കാലമായി ഞാൻ കേൾക്കുന്നു. ഞാൻ പറഞ്ഞു അച്ഛനോട് എനിക്ക് വേണ്ടി കഷ്ടപ്പെടാനില്ലല്ലോ. അതുപോലെ തന്നെ ഗൾഫുകാരൻ പയ്യനെ എനിക്ക് കൊണ്ടുവന്നേരാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം എന്താ അച്ഛൻ ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണോ ഞാൻ കണ്ടവൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്നത്? പറയമ്മേ. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, ശരിയാണ്, നിനക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള പ്രായമൊക്കെ ആയി. അപ്പം ഞങ്ങൾ പുറത്താവും, അതൊക്കെ ശരി തന്നെയാണ്. ഇനി നീ പോയി കഴിഞ്ഞാൽ അച്ഛൻ വന്നാൽ ഞാൻ എന്ത് പറയും മോളെ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എനിക്ക് ആകെ പ്രാന്തൊടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലളിത കരയാണ്. അടുത്ത നാടകം. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളല്ലേ കണ്ട പയ്യനെ എനിക്ക് വേണ്ടി ആലോചിച്ചത്? നിങ്ങളല്ലേ എവിടെയോ കിടക്കുന്നത്? അപ്പോൾ നിങ്ങൾ എന്തായാലും അനുഭവിക്കണം. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകും. അപ്പോൾ നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഓമിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിച്ചു ക്ഷമിച്ചും ഒരുപാട് നിന്നു. ഇനി എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം, നിങ്ങളത് മാത്രമല്ല. എന്നിട്ട് വീണ്ടും സങ്കടത്തോട് കൂടി ലളിത കരഞ്ഞിട്ട് പറയാണ് കേട്ടോ, മോളെ നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ആ പയ്യനെ കണ്ടെത്തിയത്. നീ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് സന്തോഷം ഉണ്ടാവില്ലമ്മേ ആ പയ്യനെ കെട്ടിക്കഴിഞ്ഞാൽ. എൻ്റെ സന്തോഷം സുഭാഷ് ചേട്ടനാണ്. സുഭാഷ് ചേട്ടനെ കല്യാണം കഴിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാം അച്ഛനോട്? അപ്പോൾ അവൾ പറയുന്നത്, സത്യം പറയണം, നിങ്ങൾ കണ്ടെത്തിയ ചെക്കനെ കെട്ടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയണം. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ പോയി നിങ്ങൾ സത്യം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അലറി വിളിക്കുകയാണ്. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, അപ്പോൾ നീ പോകാൻ തീരുമാനിച്ചല്ലേ? അതെ, ഞാൻ പോകാൻ തീരുമാനിച്ചു. എനിക്ക് എന്തായാലും നിങ്ങൾ കാണിച്ചെന്ന് ചെക്കനെ കെട്ടാൻ താല്പര്യമില്ല. ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി അമ്മ എന്ത് പറഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കില്ല. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, പോടി, നീ പോയി നിനക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുക. ഞങ്ങളിനി തടസ്സമാവുന്നില്ല. പക്ഷേ എൻ്റെ ശവം നീ കാണും. നിനക്ക് ഞങ്ങളെക്കാട്ടിൽ വലുത് സുഭാഷ് അല്ലേ, അപ്പോൾ നീ പോയി ജീവിക്കുക. പക്ഷെ ഞങ്ങളിനി ജീവിച്ചിരിക്കില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഞാനും അച്ഛനും ജീവിച്ചിരിക്കുന്നു? നീ എന്തായാലും പോ. അത് കേട്ടപ്പോൾ ധനശേഖരൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും പറയില്ല, നീ എന്തേ പറയുന്നത്? അപ്പോൾ ലളിത പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്ത് പറയണം അമ്മേ? കല്യാണം ആവാനായി, പന്തൽ ഉയരാനായി. അതിനു മുന്നേ അവൾ പോയി എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. കുടുംബക്കാരൊക്കെ വന്നു തുടങ്ങും. അതിനു മുന്നേ ഞങ്ങളെ ചിത എരിയട്ടെ. അതേപോലെ തന്നെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മാത്രമാണ് മരിക്കാമെന്ന്? നിൻ്റെ അച്ഛനും തീരുവടി. കാരണം നിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലല്ലേ ആ ചെക്കൻ. അവൻ നിൻ്റെ അച്ഛനെ ഒഴിവാക്കില്ല അവിടെ നിന്ന്. പിന്നെ അയാൾ എന്തിനും ജീവിക്കണം? അപ്പം ഞങ്ങളെ മരണത്തിലൂടെ നീ വേറെ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നീ സന്തോഷം കണ്ടെത്ത് എന്നൊക്കെ പറയാം കേട്ടോ. സുനന്ദ ആകെ തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ്. മുന്നിൽ കണ്ട വഴിയെല്ലാം അടഞ്ഞു. അവൾ വാതിൽക്കൽ നിന്ന് കരഞ്ഞു വിളിക്കുകയാണ്. പിന്നെ ലളിത അവളുടെ അടുത്തേക്ക് വന്നിട്ട് കാലിൽ പിടിച്ചിട്ട് പറയണം, മോളെ നീ ഒരിക്കലും ആ ഒരു തീരുമാനം എടുക്കല്ല. നിനക്ക് അവിടെ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ ജീവിക്കാം, പക്ഷെ നീ അവിടെ കഷ്ടപ്പെടും മോളെ. നിനക്ക് കഷ്ടപ്പാടില്ലാതിരിക്കാൻ വേണ്ടിയില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു പയ്യനെ കണ്ടെത്തിയത്. നീ എന്തത് മനസ്സിലാക്കാത്തത്? നിനക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അവർക്ക് നല്ല വീട് പോലുമില്ല. പിന്നെ നീ എങ്ങനെ അവിടെ ജീവിക്കും? ഞങ്ങൾക്കതൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. നീ പോവലെന്നൊക്കെ പറയാട്ടോ. അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും സുനന്ദ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല അമ്മ, ഒന്ന് മനസ്സിലാക്ക്. അപ്പോൾ ലളിതയ്ക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് അവളോട് പറയണം, നീ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ല, നീ പോടി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഉന്തി പറഞ്ഞേക്കാണ് കേട്ടോ. പക്ഷെ രണ്ടും കേട്ട അവസ്ഥയിൽ സുനന്ദയ്ക്ക് ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. അവൾക്ക് അച്ഛനും അമ്മയും വേണം. അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം അവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. എന്നിട്ട് വീണ്ടും ലളിത പറയാണ്, നീ ഇവിടുന്ന് പോയ അപ്പം തന്നെ ഞാനും ഇവിടുന്ന് മരിക്കും. നിനക്ക് കാണണോ അത്? ഇനി നീ അവിടെ പോയിട്ട് നിനക്ക് ദുരന്തങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ പോലും ഞാൻ ഉണ്ടാവില്ല. നീ നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കത്തി എടുത്തിട്ട് കൈ മുറിക്കാൻ നിൽക്കുകയാണ് കേട്ടോ.
അത് കണ്ടത് സുനന്ദൻ്റെ പിടി വിട്ടു. അവളെ ഓടിച്ചെന്നിട്ട് അമ്മ അങ്ങനെയൊന്നും ചെയ്യല്ലമ്മ, എന്താ അമ്മ ഈ പറയുന്നത്? കൈ മുറിക്കാൻ നിന്ന ലളിതേനെ അവൾ പിടിച്ചു വെക്കണം. അമ്മ അങ്ങനെയൊന്നും ചെയ്യല്ലമ്മ, അങ്ങനെയൊന്നും പറയല്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അലറി കരയാണ് കേട്ടോ. പക്ഷേ ലളിത നന്നായിട്ട് അവസരം മുതലാക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ എന്ത് വിചാരിച്ചു? നീ സന്തോഷമായിട്ട് ജീവിക്കുന്നോ? പക്ഷെ ഞങ്ങളോർത്ത് നീ എന്നും ദുഃഖിക്കും. എനിക്കിനി ജീവിക്കേണ്ട, ഞാൻ എന്ത് പറയും ധനേട്ടനോട് കുടുംബക്കാരോടും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതും പോട്ടെ, നിന്റെ ജീവിതം ഓർത്ത് ഞങ്ങൾക്ക് എന്നും സങ്കടമല്ലേ ഉണ്ടാവുള്ളൂ, അതിന് ഞാനിനി ഉണ്ടാവില്ല, ഞാൻ മരിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഇളക്കാണ് കേട്ടോ. അമ്പലത്തിലാണെങ്കിൽ സുനന്ദേനെ കാത്തു നിന്ന് എല്ലാവർക്കും അടുത്തു. നിധിക്കാണെങ്കിൽ ടെൻഷൻ ഏറി വരികയാണ് കേട്ടോ. ഇനിയിപ്പം ചെയ്ത തീരുമാനം തെറ്റായിപ്പോയോ, സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുവന്നത് തെറ്റായിപ്പോയോ എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പം അരീഷും നികേഷും പറയുന്നുണ്ട്, ഇടത്തി സുനന്ദേച്ചി അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം, ഞാൻ ഇറങ്ങി വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അവൾക്ക് അതിനുള്ള ധൈര്യം അങ്ങനെയല്ല. അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ ആ ഒരു ഉറപ്പിൻ്റെ ബലത്തിലാണ് ഇങ്ങോട്ട് വന്നത്, ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടില്ലേ? അപ്പോൾ അരീഷ് പറയുന്നുണ്ട്, വിടാതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങിയ ഓട്ടോ കിട്ടില്ലേ, ആരും കാണാതെ ഇറങ്ങിയാൽ പോരെ, അതൊക്കെ വെറുതെയാണ്, അത് പേടിത്തൊണ്ടത്തെയാണ്. പാവ സുഭാഷ് ചേട്ടൻ നമ്മൾ എന്ത് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ ആകുലപ്പെടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ലളിതനെ തന്നെയാണ്. ലളിത ആകെ തകർന്നിരിക്കുന്ന പോലെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അമ്മയാണല്ലോ, അവരവരുടെ ശരി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നാലും കുറച്ച് ദുഷ്ടത്തരായിപ്പോയി. അപ്പോഴാണ് നിധീൻ്റെ കോള് സുനന്ദൻ്റെ ഫോണിലേക്ക് വരുന്നത്. അത് കണ്ട പാടെ ലളിത ചേർന്നത് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളാണ് നിന്നെ വഷളാക്കുന്നത്, ഇവളാണ് നിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചത്, എനിക്കറിയാം ആ നശൂലം, അവൾക്ക് എന്തിൻ്റെ കേടാണ്, അവളെ പെട്ടു, ഇനി നിന്നെയും കൂടെ പെടുത്താനാണ്, എന്താ മോളെ നിനക്ക് മനസ്സിലാവാത്തത്? ഞാൻ എന്നോട് കോളിൽ പറയണം, വച്ച് നിൽക്കാനുണ്ടോ നീട്ടി. അവൾക്ക് ആകെ വിഷമം വന്നിട്ട് സുഭാഷ് ചേട്ടനും അങ്ങനെ തന്നെയാണ്, ടെൻഷനോടെയാണ് ഇരിക്കുന്നത്. ചതിക്കപ്പെട്ടോ അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സുനന്ദയാണെങ്കിൽ ആ എറിഞ്ഞ ഫോൺ എടുത്ത് റെഡിയാക്കാൻ നോക്കുകയാണ് കേട്ടോ. അവൾക്ക് തിരിച്ച് വിളിച്ച് പറയണ്ട, അല്ലെങ്കിൽ അവരൊക്കെ അവളെ പറ്റി മോശം വിചാരിക്കില്ലേ? സുഭാഷ് ചേട്ടൻ അവസ്ഥ ആലോചിക്കുമ്പോൾ സുനന്ദയ്ക്ക് നെഞ്ഞു പൊട്ടുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും? അപ്പോഴേക്കും ലളിത അടുത്ത കാര്യം പറയാൻ തുടങ്ങി. നിനക്കറിയോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നിന്റെ അച്ഛന് അറ്റാക്ക് ഉണ്ടായിരുന്നു, നെഞ്ഞുവേദന. അത് നീ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? നിന്നെ അറിയിക്കാതെയാണ് ഞങ്ങളതെല്ലാം ചെയ്തത്, കാരണം നിനക്ക് വിഷമാവരുതെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടപ്പോൾ അവൾ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ, ഫുള്ള് റെസ്റ്റ് വേണമെന്ന്. പക്ഷെ അങ്ങേരത് കേട്ടില്ല. അങ്ങേരെന്താ വീണ്ടും ഗൾഫിലേക്ക് പോയി കഷ്ടപ്പെടാൻ. അതെന്തിനാ? നീ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, ഒന്നും അവളെ അറിയരുത്, ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്, അവൾ നന്നായിട്ട് ജീവിക്കണമെന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ സുനന്ദ നന്നായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് ലളിത വീണ്ടും തുടർന്നു, അത് മാത്രമല്ല, ഞങ്ങൾ എന്തുകൊണ്ടാണെന്നറിയോ ഒരു മകളും അതിന് തീരുമാനിച്ചത്? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ധനേട്ടനാണ് അത് വാശി പിടിച്ചത്, കാരണം നിനക്കുള്ള സ്നേഹം വേറെ ആർക്കും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാടി ഓരോ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത്. ധനേട്ടൻ എത്ര കാലമായി എന്നറിയോ ഉറക്കൊഴിച്ചിരിക്കുന്നത്, നിനക്കൊരു നല്ല പയ്യനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ആ മനുഷ്യനൊന്ന് ചിരിച്ചും സന്തോഷിച്ചും ഞാൻ കാണുന്നത് തന്നെ. അന്ന് വഴക്കുണ്ടാക്കിയതും പ്രശ്നമാക്കിയതും ഒക്കെ നിനക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിലും ആ ശല്യം ഒഴിഞ്ഞു പോവട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നിട്ട് നീ എന്താ, നീ നിൻ്റെ അച്ഛനെ ഒറ്റ കൊടുത്തില്ലേ? എന്നിട്ട് നിന്നോടൊരു വഴക്കോ നിന്നെ ചീത്ത എന്തെങ്കിലും അച്ഛൻ പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ എൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ, അത് നിനക്കറിയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ലീവുള്ള ദിവസമൊക്കെ നിൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ നീ നേരത്തെ കിടന്നുറങ്ങും. അപ്പോൾ നീ അറിയാതെ നിന്നെ ഞാൻ എത്രയോ തവണ ഫോണിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ആ മനുഷ്യനാണ് നീ സ്നേഹത്തിൻ്റെ വില ഇട്ടത്. മോളെ, നിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഞങ്ങൾ നടത്തി തന്നിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഈ ഇഷ്ടം അത് നിൻ്റെ നാശത്തേക്കാണ് മോളെ. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും മക്കൾ നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കില്ല. അതിനവർക്ക് ജീവിക്കാൻ കഴിയില്ല. നിനക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മനുഷ്യൻ. ആ മനുഷ്യനാണോ നീ നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്താൻ ഇട്ട് കൊടുക്കുന്നത്, മഹാഭാബി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വീണ്ടും വഴക്ക് പറയാണ്. അമ്പലത്തിലാണെങ്കിൽ കാത്തിരുന്ന് അവരുടെ എല്ലാവരുടെയും ക്ഷമ നശിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി സുനന്ദനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷിനോട് പറയുന്നുണ്ട്, ഇപ്പം നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഉറപ്പായി സുനന്ദ ഇനി വരാൻ പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ നിധി ആകെ സങ്കടപ്പെട്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറയാണ്. സോറി സുഭാഷ് ചേട്ടാ, ഞാൻ ഒരിക്കലും അവൾ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പായിട്ട് അവൾ വരുന്ന വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അത്രയും ഉറപ്പോട് കൂടി പ്ലാൻ ചെയ്തത്. നിങ്ങളെല്ലാവരും ഞാൻ പറ്റിച്ച പോലെ ആയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് അത്രയും ഉറപ്പായിട്ടാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അവൾ വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ കരയുന്നത്? അത് വിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പോട്ടെ, ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും ആരെ കെട്ടണമെന്ന്. നമ്മളതിനെതിരെ ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അതൊന്നും സാരല്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല. അവളെന്തായാലും നല്ല ആളെ കെട്ടി നന്നായിട്ട് ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. എനിക്ക് ഈ വിവാഹം നടക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എന്താ നീ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? കണ്ണു തുടക്കി നിധി, അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞില്ലേ മോളെ. നീ ഈ കരയുന്ന കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം. വാടാ, നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം, വാ നിധി. കണ്ണു തുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പക്ഷെ നിധിയാണെങ്കിൽ പൊട്ടിക്കരയാണ്. നികേഷും ഹരീഷും സുധീഷും ആകെ ധർമ്മ സങ്കടത്തിലുമാണ്. നിധി വീണ്ടും കരഞ്ഞുകൊണ്ട് സുഭാഷ് ചേട്ടനോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, മാപ്പ് സുഭാഷ് ചേട്ടൻ, ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയാണ് കേട്ടോ. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ്. അപ്പം അടുത്ത എപ്പിസോഡിൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.